ഭാര്യയുടെ ഒരു പരാതി, ഭർത്താവിൻ്റെ അവഗണനയെ പറ്റിയുള്ളൊരു ചോദ്യമാണ്. ഞാൻ ഒരു പ്രവാസിയുടെ ഭാര്യയാണ്, 2 മക്കളുണ്ട്. ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് താമസം. മക്കളുടെ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും ഒരു സഹായം ഇല്ലാതെ ചെയ്യുന്നു. ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളല്ല, വർഷങ്ങളെടുത്തിട്ട് അയാൾ നാട്ടിൽ വരുള്ളൂ. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് വീട്ടിലുണ്ടാവുക. ആ വീട്ടിൽ വരുന്ന ദിവസങ്ങൾ വലിയ സന്തോഷത്തിലാണ്, വിരുന്നുകാലമാണ്, നല്ല സ്നേഹമാണ്, സന്തോഷമാണ്. എന്നാൽ ഗൾഫിലേക്ക് മടങ്ങിപ്പോയാൽ അവഗണനയും ദേഷ്യവും മാത്രമാണ്. അത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്കോ ഞാൻ ചെയ്യുന്ന ത്യാഗങ്ങൾക്കോ ഒരു നല്ല വാക്ക് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരു അർത്ഥമില്ലാത്തതുപോലെ എൻ്റെ നാട്ടിൽ വർഷത്തിൽ ലീവിന് വരാത്തൊരു പ്രവാസി പോലും ഇല്ല. കൂടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അങ്ങനെ പറയുമ്പോൾ തിരിച്ച് ദേഷ്യമല്ലാതെ ഇൻഷാ അല്ലാ എന്ന് പോലും പറഞ്ഞു കേട്ടിട്ടില്ല. 3 വർഷം സഹിച്ച് 3 മാസത്തെ സ്നേഹം ഇപ്പോൾ മടുപ്പായി തോന്നുന്നു. സങ്കടം കൂടുമ്പോൾ മക്കളെ ശ്രദ്ധിക്കാനോ അവരെ പഠിപ്പിക്കാനോ പറ്റാത്ത അവസ്ഥ. രാത്രി ഉറക്കം കിട്ടില്ല. എന്നെ ആരെങ്കിലും ഒന്ന് സ്നേഹിക്കാനോ പരിഗണിക്കാനോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കൊണ്ട് മക്കൾ സ്കൂളിൽ പോയാൽ ഞാൻ ഒറ്റക്കാണ്. സ്കൂൾ കഴിഞ്ഞ് മദ്രസ, പുറത്താവശ്യം കാര്യങ്ങൾക്കല്ലാതെ ഇറങ്ങാറില്ല. എല്ലാത്തിനോടും ഒരു മടുപ്പ്. ഒരു സമാധാന വാക്കിനായി ആഗ്രഹിക്കുന്നു, മറുപടി പ്രതീക്ഷിക്കുന്നു. ഇത് ചെയ്യുന്നത് ഭയങ്കര ക്രൂരതയാണ്. കാരണം നമ്മളൊരു സ്ത്രീ വിവാഹം കഴിച്ചാൽ ഭർത്താവ് നിലക്ക് അവൾക്ക് കിട്ടേണ്ടതെല്ലാം നമ്മൾ തന്നെ കിട്ടണം. അത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നൽകാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഒല തദ്രുഹകൾ മുതലക്കാന്ന് വെച്ചാൽ വെറുതെ കെട്ടി കല്യാണം കഴിച്ച ആഴ്ച ഞാൻ പോവുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ 10-30 കൊല്ലത്തിൽ ഒരു 3 വർഷം 3.5 വർഷമൊക്കെയാണ് കുടുംബജീവിതം കിട്ടുന്നത്. അവർക്ക് വേറൊരു വഴിയില്ലല്ലോ. ഇതൊരു ഭയങ്കരമായ ഒരു പ്രതിസന്ധിയാണ് അവർ എന്തെങ്കിലും സൃഷ്ടിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഒരു പ്രവാസിക്ക് ശാരീരികമായി അവർക്ക് ഒന്നിച്ചു ചേർന്നുള്ള ബന്ധങ്ങളല്ലാത്തതൊക്കെ അവിടെ നിന്ന് അയാൾക്ക് നിർവഹിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു തലത്തിലേക്ക് പല പ്രവാസികളും വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു പ്രവാസ ജീവിതത്തിലേക്ക് അങ്ങോട്ട് ഇഴുകി ചേർന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ രൂപപ്പെട്ടു വന്നു. മക്കളില്ലാത്ത, ഭാര്യയില്ലാത്ത ഒരു ജീവിതം അയാൾക്ക് ഇത് രൂപപ്പെട്ടു വന്നു. അയാളുടെ ഭക്ഷണം, അയാളുടെ നിസ്കാരം, അയാളുടെ ജോലി, അയാളുടെ എൻജോയ്മെന്റ്, അയാളുടെ ഉറക്കം, അയാളുടെ ഫോൺ, ഒരു ജീവിതം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ആ ലൈഫ് സ്റ്റൈലിലേക്ക് അയാൾ എന്ത് ചെയ്യണം, ഊട്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ എത്ര വർഷങ്ങൾ കടന്നു പോയാലും അയാൾ എന്ത് ചെയ്യൂല, അറിയൂല. പിന്നെ ഈ നാട്ടിലേക്ക് വരണം, കൂടെ നിൽക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഒരു ഈ സെക്സുമായി, ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ മക്കളെ കാണാൻ ഈ കാര്യങ്ങളൊക്കെ ഫോണിലും വീഡിയോ കോളും നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറ്റിയും പറഞ്ഞാൽ ചെറിയൊരു ശതമാനം പ്രവാസികൾ എന്താണ് പല അശ്ലീലതകളിലും പെട്ടുപോകുന്നതാണ്, വൈകാരിക നിയന്ത്രണങ്ങൾക്ക് വേണ്ടി അവർ പലരും. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇപ്പോൾ നമ്മൾ LGBT കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ മതി. അപ്പോൾ ഹോമോസെക്സിന് അടിമപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണ്ട, ഭാര്യ വേണ്ട ആവശ്യമില്ല. കല്യാണം കഴിച്ചാലും അയാൾ ഭാര്യയ്ക്ക് ആവശ്യമില്ല. ഒരു മാസ്റ്റർബേഷൻ ശീലിച്ച ഒരാൾക്ക് ഭാര്യ ആവശ്യമില്ല, അയാൾക്ക് അത് മതി. അപ്പോൾ ഇങ്ങനത്തെ ചില ദുശീലങ്ങൾക്ക് ചെറിയ ശതമാനം പ്രവാസികൾ എന്താണ് അടിമകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെന്തില്ല, വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല, ഭാര്യനെ കാണേണ്ട ആവശ്യമില്ല. ഇതോടുകൂടെ എന്താണ് ഒരു ലൈഫ് ലോങ് ജീവിതകാലം മുഴുവനും ഇവർ ഒറ്റപ്പെട്ടു പോകും. ഇവർക്ക് വേണ്ട എക്സ്പെൻസ് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഭയങ്കര ക്രൂരത. അവിടെ ആണെങ്കിലും ഇവരെ സമാശ്വസിപ്പിക്കാനും ഇവരെ കാര്യങ്ങൾ കേൾക്കാനും സംസാരിക്കാനും തമാശ പറയാനും എത്ര സൗകര്യമാണ് ഇപ്പോൾ ഈ വാട്സപ്പൊക്കെ തന്നെ ഭയങ്കര സംഭവമല്ലേ. എന്ത് നടക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വൈഫിൻ്റെ വാട്സപ്പ് എടുത്ത് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം അതിലെടുത്താൽ മതി. നമ്മൾ കാണുമ്പോൾ അവിടെ കാണും, മനസ്സിലായി. ഇപ്പോൾ ഇവിടെ വൈഫാണെങ്കിൽ എന്ത് ചെയ്യാം, ഭർത്താവിൻ്റെ വാട്സപ്പ് ഉണ്ടാവില്ല, എന്തും ഒരു ഫോട്ടോ എടുക്കാൻ നമുക്ക് തോന്നിയാൽ ആ ഫോട്ടോ അതിലെടുത്താൽ മതി. എന്താ അയക്കണമെന്നാണല്ലോ, നമുക്ക് കാണും ചെയ്യാം, അതിൽ കിടക്കും, അടുത്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ സംസാരിക്കണമെങ്കിൽ ഒന്ന് വോയിസ് ഓൺ ആക്കിയാൽ ആ വീഡിയോ അവിടെ കിട്ടി. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു, ആ ഗസ്റ്റിനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഭർത്താവ് പറയേണ്ടതുണ്ടെങ്കിൽ എന്ത് മതി, ഓൺ ആക്കിയാൽ നമ്മൾ സംസാരിച്ച മുഴുവൻ അവിടെ കിട്ടും. അയാൾ അറിയിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊരു സൗകര്യം. അപ്പോൾ എപ്പോഴും ലൈവായി നിൽക്കാം, ഒരു പ്രശ്നമില്ല. ശാരീരികമായ ഒരു ബന്ധം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറിനാൽ ഒരു പക്ഷേ നിങ്ങൾ എന്താണ് ഭക്ഷണം ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, 30 ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇരിക്കാം, അടുത്തല്ലേ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ, എന്താ ഫുഡ് എന്നൊക്കെ ചോദിച്ചു എത്ര മാത്രം. പക്ഷേ എന്തില്ല, എല്ലാവരും ഇവിടെ ആകുന്നവർ അവരുടെ ലോകത്തും അവിടെ ആകുന്നവർ അവരുടെ ലോകത്തും ജീവിക്കുന്നു. അങ്ങനെ രണ്ട് ജീവിതങ്ങൾ. അയാൾക്ക് ഒരു ഭാര്യയെ കിട്ടാനുള്ള അവസരമില്ല, ഒരു ഭർത്താവിന് കിട്ടാനുള്ള അവസരമില്ലാത്ത ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല.